വളരെ ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ പുറകിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ തിരൂർ സെൻറ്റർ എന്ന് പറയുന്ന മഹത്തായ സെൻറ്റർ. ആ സെൻറ്ററിൽ 4 വർഷത്തോളമായിട്ട് BSW സ്ഥിരമായ ഒരു അധ്യാപകൻ പോലും ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഇത്രയും അധികം ഫീസ് ഈടാക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയിൽ നോക്കിക്കാണാൽ 2 അധ്യാപകന്മാർ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്. എന്തുകൊണ്ട് മറ്റെല്ലാ കോഴ്സുകൾക്കും പെർമനന്റ് അധ്യാപകന്മാരില്ലാത്ത അവസ്ഥയിൽ പ്രാദേശിക കോളേജുകൾ ക്യാമ്പസുകളിലേക്ക് ചില അധ്യാപകന്മാരെ വിട്ട് അയക്കുന്ന ഒരു സ്വഭാവം യൂണിവേഴ്സിറ്റിക്കുണ്ട്? എന്തുകൊണ്ട് MSW അതല്ലെങ്കിൽ BSW എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ചില അധ്യാപകരെ നിയമിക്കാത്തത്? വിദ്യാർത്ഥികളുടെ ഫീസ് വാങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഈ ശങ്കര മാറരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളിൽ നിന്ന് 4000 രൂപ ഫീസായിട്ട് വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? ഫീൽഡ് ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ 4000 രൂപയുടെ ഫീസായിട്ട് വാങ്ങി. എന്നിട്ട് എന്ത് ഫീൽഡാണ്, എന്ത് പ്രാക്ടിക്കലാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്? ഇതേ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഈ മെയിൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് 7 ഫീൽഡും ഒബ്സർവേഷൻ വിസിറ്റുകളും വിദ്യാർത്ഥികൾ നടന്നു. നമ്മുടെ ക്യാമ്പസിനകത്തുള്ള ഈ വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി സൗകര്യം പോലും കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി നൽകാൻ കഴിയുന്നില്ല. 5 മണിക്ക് അടച്ചുപൂട്ടി പോകുന്ന ഒരു ലൈബ്രറിയാണ് ക്യാമ്പസിനകത്തുള്ളത്. 3:30 ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ആകെ റെഫർ ചെയ്യാനുള്ള സമയം വെറും 1.5 മണിക്കൂർ മാത്രമാണ്. ഇതിനും ഈ അധികാരികൾ വഴിയുണ്ടാക്കി തന്നതിൽ മാത്രം മതിയാകുമെന്ന് ഈ സമരത്തെ ഞങ്ങൾ ഉച്ചേഷണം പറയുകയാണ്.